ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കണു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ട്ടോ ഉള്ളത്. എൻ്റെ വീട്ടിലെന്ന് പറയുമ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെയൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസം നിൽക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ നിങ്ങൾ ഇതുവരെ കണ്ട ഒരാളല്ല കേട്ടോ ഞാൻ. ഇവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് റൂട്ടീനൊന്നുമില്ല. രാവിലെ ഒരു 10 മണിയെങ്കിലും കഴിയാതെ ഞാൻ ഓണാവൂല. ഇഷ്ടമുള്ള അത്രയും ഉറങ്ങുക, ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, ആ കഴിച്ച ക്ഷീണത്തിൽ പിന്നെയും കിടന്നുറങ്ങുക, പിന്നെ എണീറ്റ് കഴിക്കുക, പിന്നെ ബാക്കിയുള്ള സമയം വെറുതെ മൊബൈലിൽ കുത്തിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക. അങ്ങനെ ആ 3-4 ദിവസം അടിച്ച് പൊളിച്ച് ലേസികളെ ജീവിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ചാർജ് ചെയ്തെടുക്കുന്ന ഒരു ചാർജിങ് സ്റ്റേഷനാണ് കേട്ടോ ഇത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ വേറെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ, നമ്മുടെ വീട്ടിൽ ഡബിൾ ഹൈറ്റ് ഇട്ട സ്ഥലത്ത് ഒരുപാട് സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ട് അതിലൊക്കെ പ്രൈവസിക്ക് വേണ്ടി മിസ് ലൈറ്റ് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് എന്ന്. ആ മിസ് ലൈറ്റ് ഗ്ലാസ് എന്താണെന്ന് അടുത്തുനിന്ന് കാണിച്ചു തരാൻ പറ്റിയ അവസരമാണ് കേട്ടോ ഇത്. ഈ ഗ്ലാസ്സുകളെല്ലാം അതുപോലുള്ള മിസ് ലൈറ്റ് ഗ്ലാസ്സുകളാണ്. അതായത് ഇതിനുള്ളിലൂടെ നമുക്ക് പുറത്തേക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ പുറത്ത് നിന്നൊരാൾക്ക് ഉള്ളിലേക്കും കാണാൻ പറ്റില്ല. എന്നാൽ ലൈറ്റ് ശരിക്ക് ഉള്ളിലേക്ക് കയറി വരുന്ന രീതിയിൽ ജനൽ അടച്ചിട്ട് കഴിഞ്ഞാലും വെളിച്ചം ഉള്ളിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ്സാണ് കേട്ടോ ഇത്. ഇങ്ങോട്ട് വരാനുള്ള തീരുമാനം എടുത്തത് പെട്ടെന്നായതുകൊണ്ട് ഇന്നലെ രാത്രിയാണ് കേട്ടോ ബാബു ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്. ഇവിടെ എത്തി വയറ് നിറച്ച് ഉമ്മാൻ്റെ ഭക്ഷണവും കഴിച്ച് ബെഡ് കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. അപ്പം കിടന്നുറങ്ങിയതാ. കണ്ടില്ലേ, ഡ്രസ്സ് വെച്ച് പെട്ടിയൊക്കെ എപ്പോഴും ബെഡിലല്ലേ കിടക്കണത്. പിന്നെ കണ്ണ് തുറക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, എൻ്റെ ചുമരിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ളത്. ഇത് സ്റ്റിക്കറാണോ എന്ന് ഇവിടെ വരുന്നവരെല്ലാവരും ചോദിക്കും കേട്ടോ. ഇത് സ്റ്റിക്കറൊന്നുമല്ല, ഇത് എൻ്റെ സ്വന്തം കലാരൂപമാണ്. ഞാൻ വരച്ചതാണ് കേട്ടോ ഇത്. ചെറിയ കുട്ടികൾ വരക്കണ പോലെ എന്താ പറയുക, പെയിൻറ്റും ബ്രഷൊക്കെ എടുത്ത് ചുമരിൽ ഞാൻ വരച്ച ചിത്രമാണിത്. എന്താണെന്നറിയോ, നമ്മുടെ കൊറോണ സമയം ഉണ്ടല്ലോ, ആ 2 വർഷം നമ്മൾ വീട്ടിനകത്ത് ലോക്കായി പോയില്ലേ. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാണ്ട് എല്ലാവരും വീട്ടിനകത്തായി പോയല്ലോ. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഞാനിവിടെ ഈ വീട്ടിലാണ് കേട്ടോ താമസിച്ചിരുന്നത്. അന്ന് ഞങ്ങൾ പുതിയ വീട് വെച്ച് മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എനിക്ക് ചെടികളും പച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങുമില്ല. ഉണർന്നു കഴിഞ്ഞാൽ വീട്ടിനകത്ത് ചെടികളില്ല, ഒന്നുമില്ല. നമ്മുടെ മൈൻഡൊന്ന് റീഫ്രഷ് ആക്കാൻ പറ്റിയ ഒന്നുമില്ല. മാത്രമല്ല ആ സമയത്ത് ബാബു ആണെങ്കിൽ ഗൾഫിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എന്താ പറയുക, ഈ ഗൾഫിൽ ഭർത്താക്കന്മാരുള്ള പ്രവാസികളുടെ ഭാര്യമാർക്കൊക്കെ ഒരു പക്ഷേ ഞാൻ പറയണത് കുറേയൊക്കെ മനസ്സിലാവണുണ്ടാവും. അതായത് നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ ആ ഒരു സമയത്ത്. ന്യൂസൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഇത്. പിന്നെ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല, ആരോടും സംസാരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. അങ്ങനെ എന്താ പറയുക, ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർക്കൊന്നും നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പം ലൈക്ക് നമ്മളിപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഇനി ഒരിക്കലും കാണാൻ പറ്റൂലേ, ബാബുവിന് എന്തെങ്കിലും പറ്റിപ്പോവോ. അവർക്കാണെങ്കിൽ ഷോപ്പൊന്നും തുറക്കാതിരിക്കാൻ വയ്യ, ഷോപ്പ് തുറക്കും. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ അല്ലേ ഗൾഫിലൊരു സിസ്റ്റം, സലാം പറയലും ഒക്കെ. അപ്പോൾ നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ നമുക്ക് തിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കാനും പറ്റില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ മരിച്ചു ഇവിടെ മരിച്ചു എന്നൊക്കെ പറയുമ്പം എന്താ പറയുക, ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. രാത്രിയൊന്നും കിടന്നാൽ ഉറക്കം വരാണ്ടായി. അങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക മാനസികാവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മൾ ഒന്നിച്ചാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് രണ്ട് രാജ്യത്താവുമ്പം ഇവർ ഇനി നമ്മൾ എന്തെങ്കിലും കാണുമോ, നമ്മൾ മരിച്ചു പോവോ, മരിച്ചാൽ തന്നെ ആ സമയത്ത് നമ്മൾ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. അങ്ങനെയൊക്കെ എത്ര ആളുകൾ മരിച്ചുപോയി. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് മനുഷ്യന് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഉറങ്ങാതിരുന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനത്തെ സമയത്തൊക്കെ. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ മാത്രം ഒന്നും നമ്മുടെ കയ്യിലില്ലേനും. അങ്ങനെയാണ് ഞാൻ കുട്ടികൾക്ക് അവരെ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന പെയിൻറ്റും ബ്രഷും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഒരു ദിവസം ഉമ്മാനോട് പെർമിഷൻ ചോദിച്ചാൽ അമ്മ സമ്മതിക്കില്ല. ഞാൻ ചുമരൊക്കെ കുത്തി വരക്കാണെന്ന് അമ്മ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് ഞാൻ ചെയ്തൊരു പണിയാണ് കേട്ടത്. അങ്ങനെ രാവിലെ ഉണർന്ന സമയത്താണ് എല്ലാവരും കണ്ടത് കേട്ടോ ഞാനിതിങ്ങനെ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ വരച്ചതിൻ്റെ ശേഷം ഉമ്മയൊക്കെ വന്ന് കണ്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉമ്മ പറഞ്ഞു കുഴപ്പമില്ല, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്താണെന്നറിയോ,
ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ഒരു സമാധാനം കേട്ടോ. അത് ഈ ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള ആളുകൾക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ റിലീഫ് വരും അല്ലേ. ഇപ്പോൾ ഞാനിവിടെ വരുമ്പോൾ രാവിലെ ഉണർന്ന് ആദ്യം തന്നെ ബെഡിൽ കിടന്ന് ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ പ്ലെയിൻ കളറ് ടൈൽസ് ഇടുന്നതിനെ കുറിച്ചും അതുപോലെ ആ ടൈൽസ് നമുക്ക് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് തരും, റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നും, ഒരുപാട് സമാധാനം ഉണ്ടാവും അങ്ങനത്തെ റൂമിലിരുന്നാൽ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ. അത് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് നിങ്ങൾ കേട്ടോ. ഇപ്പോൾ ഈ വീട്ടിൽ മുഴുവൻ ഇതുപോലത്തെ ഡിസൈനുള്ള ഇതുപോലെ ഒരുപാട് വരയും കുറിയൊക്കെ ഉള്ള ടൈൽസ്, ഇത് ടൈൽസ് അല്ല കേട്ടോ, ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ഗ്രാനൈറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഈ ഒരു റൂമിൽ എന്താ പറയുക, ഈ റൂമിൻ്റെ ഫുൾ വ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഫുൾ വ്യൂ കാണിക്കാൻ പറ്റിയ രീതിയിലല്ല ഞാനങ്ങനെ ഇവിടെ വന്ന് അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എന്താ പറയുക, ഈ ഒരു ഇങ്ങനത്തെ ഫ്ലോറിങ് ഉണ്ടെങ്കിൽ നമ്മളെ റൂം എപ്പോഴും ഭയങ്കര ഫുള്ളായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് തോന്നും. ഒരുപാട് ഫർണിച്ചറൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരുപാട് ഫർണിച്ചർ ഉണ്ട്, ഈ റൂമിനകത്ത് തീരെ സ്ഥലമില്ലല്ലോ എന്നൊക്കെ തോന്നും നമുക്ക്. എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു സ്ഥലം നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്നറിയോ, ഈ വീട്ടിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ എല്ലാം ഞങ്ങൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യിച്ചു എന്നുള്ളത്. ഇതിപ്പോഴൊന്നും ചെയ്തതല്ല കേട്ടോ, ഏകദേശം ഒരു 19 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള വർക്കാണ്. അന്നൊക്കെ നമ്മളെ നാട്ടിലെ ഈ ഫാബ്രിക്കേഷൻ വർക്ക് അതായിട്ട് വന്നിട്ടുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എന്താ പറയുക, കുറേ കബോർഡ്സ് ഞങ്ങൾ എല്ലാ റൂമിലും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതുപോലെ നീളത്തിലുള്ള 4 പീസുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിനകത്ത് ഒരു തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞൊരു ഷീറ്റ് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡോറൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനുള്ള, അതായത് സൈഡാണെങ്കിലും ബാക്ക് സൈഡ് വെച്ചിട്ടുള്ള പീസാണെങ്കിലും ഒക്കെ ഇതുപോലെ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് അവരുണ്ടാക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയത് എന്താണെന്നറിയോ, ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിം 4 സെപ്പറേറ്റ് പീസുകൾ കണക്ട് ചെയ്ത് വെച്ചതാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഫ്രെയിമുകളെല്ലാം പിന്നീട് കുറച്ച് കാലം ഞങ്ങളിങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആ ഫ്രെയിമുകളെല്ലാം ഇങ്ങനെ വിട്ട് പോരാൻ തുടങ്ങി കേട്ടോ. ആ ഫ്രെയിമുകൾ ജോയിൻറ്റ് വിട്ട് പോരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നല്ല മൂർച്ചയുള്ള പീസുകളായിരിക്കും കേട്ടോ. നമ്മുടെ കയ്യോ കാലോ ഡ്രസ്സോ ഒക്കെ അതിൽ കൊളുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ കീറിപ്പോവും. കയ്യും കാലൊക്കെ കൊളുത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ബ്ലേഡ് വെച്ച പോലെ കീറിയിട്ട് ചോരയൊക്കെ വരും കേട്ടോ, മുറിവൊക്കെ ആവും. അപ്പോൾ നല്ല ഡേഞ്ചറാണ്. ഞങ്ങൾക്ക് അങ്ങനെ എല്ലാ റൂമിലും ഇതേപോലെ ഡാമേജ് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ എന്താ പറയുക, കുട്ടികളൊക്കെ സ്ക്രാച്ചൊക്കെ ആക്കിയിട്ട് ഇതാകെ ഡാമേജ് വന്നു. ഈ ഫ്രെയിം പോകുന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആയത്. കാരണം കുട്ടികളൊക്കെ ഇത് നിലത്തെടുത്ത് വെച്ചിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. സത്യത്തിൽ ഈ ഒരു കട്ടി കുറഞ്ഞ ഈ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞില്ലേ, നടുവിൽ വെക്കണേ, ഇത് സംഭവം നല്ലൊരു സാധനമാണ് കേട്ടോ. ഇവർ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ചെതൽ പിടിക്കൂല, വെള്ളം നനഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ എല്ലാ ക്വാളിറ്റീസും ഇതിനുണ്ട്, ഈ ഒരു ഷീറ്റിനുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് അവർ പറയണത്. പക്ഷേ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെച്ചിട്ടുള്ള ഫ്രെയിം ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിം ഇങ്ങനെ കണക്ഷൻ വിട്ട് പോരുകയാണ് കേട്ടോ ഉണ്ടായത്. അതുപോലെ തന്നെ അതിൻ്റെ ഡോറിൻ്റെ എന്താ പറയുക, ഈ സ്ക്രൂകളൊക്കെ ഇളകി പോരുക, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഈ ഡോറുകളെല്ലാം സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഇപ്പോൾ ഞങ്ങൾ നന്നാക്കാൻ നിൽക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട് മൊത്തം പൊളിച്ചിട്ട് റിനോവേറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഫർണിച്ചറൊന്നും തൊടണ്ട, നമ്മൾ ഇൻറ്റീരിയർ എല്ലാം പുതിയതായിട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ നമ്മളിത് ഉപയോഗിക്കാത്ത ഭാഗങ്ങളുണ്ടല്ലോ, തീരെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തുറക്കുക അടക്കുക ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ, അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഡോറുകൾ വലിയ കുഴപ്പമില്ല മീൻസ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയൂല. അതിൻ്റെ മാഗ്നറ്റ് ഒന്നും ശരിക്കും അടച്ചാൽ വർക്ക് ചെയ്യൂല കേട്ടോ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, സ്ക്രൂവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ താഴെ വരുന്ന ഭാഗങ്ങൾ, അതായത് നമ്മൾ എപ്പോഴും തുറക്കുക അടക്കുക, കുട്ടികളൊക്കെ എപ്പോഴും ആക്സസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഏരിയാസും എല്ലാതും എന്താ പറയുക, എല്ലാ റൂമിലും ഇങ്ങനെ തന്നെയാണ്, ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോന്ന് ആകെ വൃത്തികേടായി കിടക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്തെല്ലാം നിങ്ങൾ കണ്ടില്ലേ,
ഒരു എന്താ പറയുക ഫംഗസ് പോലെ ഇങ്ങനെ വന്ന് കിടക്കുന്നത്, ഒരു വൈറ്റ് കളറ്. അതുപോലെ ഈ മേലത്തെ ഡോറ് വെച്ച ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ താഴേക്ക് ഇങ്ങനെ കുണ്ടം തള്ളിയിട്ട് അടിക്ക് ആ ഒരു പീസ് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്താ പറയുക, കാരണം ഇത് വെയിറ്റ് താങ്ങൂല. ഇതൊന്നും ഒരുപാട് വെയിറ്റ് നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പിന്നെ പിന്നെ ഇങ്ങനെ അത് അടിയിലേക്ക് ഇങ്ങനെ ബെൻഡായി വരികയാണ് കേട്ടോ ഉണ്ടായത്. ഇതിലിപ്പോൾ ഒരു വൈറ്റ് കളർ ഫംഗസ് പോലെ കണ്ടില്ലേ. ഇത് സംഭവം എന്താ പറയുക, തുടച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അതിൽ പറ്റിപ്പിടിച്ച് നമ്മൾ മരത്തിൻ്റെ ഒക്കെ പോലെ ഈ ഒരു സംഭവം ഡാമേജ് ആയി പോകുന്നില്ല. എന്താ പറയുക, നിങ്ങൾക്കറിയാലോ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചെതലിൻ്റെ പ്രശ്നമോ വെള്ളത്തിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് അതെല്ലാം സത്യം തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ ഫംഗസൊക്കെ ഇങ്ങനെ ഇതുണ്ടെങ്കിലും ഇത് ശരിക്കും നമ്മളൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് എടുക്കാൻ പറ്റും, ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഈ പീസുകളെല്ലാം വിട്ട് വിട്ട് പോരുന്ന ഒരു പ്രശ്നം നമുക്ക് ഈ ബാക്കിലൊക്കെ ഉള്ള പീസൊക്കെ ഉണ്ടല്ലോ, ബാക്കിൽ സൈഡിലൊക്കെ അവർ കവർ ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ, ഇതൊക്കെ ഈ ഓരോ ഫ്രെയിമിൻ്റെ ഇടയിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പീസുകളെല്ലാം ഇപ്പോൾ ഈ റൂമിൽ വലിയ പ്രശ്നമില്ലെങ്കിലും വേറെ റൂമിലൊക്കെ ആ പീസുകളെല്ലാം വിട്ടുപോകുന്നത് വെറും ഈ ഫ്രെയിം മാത്രമേ ഉള്ളൂ കേട്ടോ. സ്കെലട്ടൻ പോലെ ഇങ്ങനെ ഈ ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇതൊന്നും തൊടാറേ ഇല്ല, ഉപയോഗിക്കാറേ ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നടുവിൽ ഇവർ പാർട്ടീഷനാക്കി വെക്കുന്ന പീസുകൾ എന്തിൻ്റെ പീസാണെന്ന് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിപ്പോൾ അന്ന് അവർ ചെയ്ത് തന്നിട്ടുള്ളത് ഈ പാർട്ടിക്കൽ ബോർഡില്ലേ, അതാണ് കേട്ടോ. പാർട്ടിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? അതായത് ഒരു കാർഡ്ബോർഡ് പോലെയാണത്. അപ്പോൾ ഒരുപാട് ഈ വുഡിൻ്റെയൊക്കെ പീസുകൾ ഉണ്ടല്ലോ, പൊടി, ആ പൊടികൾ ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ പാർട്ടിക്കൽ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മൾ വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് അലിയുന്ന പോലെ അലിയും. ഇത് വെയിറ്റ് ഒട്ടും താങ്ങൂല കേട്ടോ. വെയിറ്റ് നമ്മളിതിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് അടിയിക്ക് ഇങ്ങനെ കുഴിയായി അവസാനം അങ്ങനെ അങ്ങോട്ട് വീണ് പോകും അത്. പിന്നെ അത് അതിനകത്ത് ശരിക്കും നിൽക്കില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഫംഗസ് ഒക്കെ വന്ന് ഞാനിങ്ങനെ കൈകൊണ്ട് പതുക്കെ തൊടുമ്പോൾ തന്നെ കാർഡ്ബോർഡൊക്കെ പൊളിഞ്ഞ് പോരുന്ന പോലെ പൊടിയായിട്ട് ഇങ്ങനെ പോരുന്ന കണ്ടില്ലേ, അങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ഈ പാർട്ടിക്കൽ ബോർഡിന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഒരു മെറ്റീരിയൽസ് ഒന്നും അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അതുപോലെ ഇതുപോലത്തെ ഫ്രെയിമല്ല, ഇപ്പോൾ പുതിയ മോഡൽ വേറെ ഒന്നും കൂടെ സെക്യൂർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഫ്രെയിമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ നല്ല ഫ്രെയിമൊക്കെ വെപ്പിച്ചിട്ട് എന്താ പറയുക, നല്ല പണിക്കാരെ കൊണ്ട് നല്ല വർക്ക് ചെയ്യിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ വർക്കൊക്കെ നിങ്ങൾ ചെയ്യിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക, ദൂരെയുള്ള ആളുകളെ കൊണ്ടൊന്നും ചെയ്യിക്കാണ്ടിരിക്കുക. നമ്മളെ നാട്ടിൽ തന്നെയുള്ള എക്സ്പേർട്ടായ ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് വരുമ്പോഴൊക്കെ നമുക്ക് വിളിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ആളുകളെ വെച്ചിട്ട് ചെയ്യിക്കാം. അതാകുമ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു സ്ക്രൂ ലൂസായി എന്തെങ്കിലും ഒന്ന് ഇളകിപ്പോന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ്, നമുക്ക് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അത് ആ ഒരു സമയത്ത് തന്നെ വേഗം മെയിൻ്റെനൻസ് വർക്ക് ചെയ്യിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ ചട്ടിപ്പറമ്പിൽ പോയിട്ട് ഒരുപാട് മീനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട മീനാണ് ഈ മാന്തൾ, ചെറിയ മാന്തൾ കേട്ടോ, വലിയ മീനല്ല, ഇങ്ങനത്തെ ഈ ഒരു സൈസുള്ള ചെറിയ മാന്തൾ, കൂന്തൾ, ചെമ്മീൻ, ഞണ്ട്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉപ്പ പോയിട്ട് വേഗം ഉപ്പാക്ക് കിട്ടുന്ന എന്താ പറയുക അതുപോലത്തെ മീനുകളും പിന്നെ ഇറച്ചിയും ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ മാന്തൾ എടുത്തിട്ട് മുറിച്ച് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കാം അമ്മക്ക് എന്ന് വിചാരിച്ചു. കാരണം ഇത് കുറേ ഇല്ലേ, അപ്പോൾ അതിങ്ങനെ മുറിച്ച് നല്ല കല്ലുപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഓരോരോ ദിവസത്തേക്ക് ഓരോരോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഉമ്മ ഞങ്ങൾക്ക് പൊരിച്ച് തരുകയാണ് കേട്ടോ. ഈ മീൻ പൊരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും. എന്തിനാണെന്നറിയോ, ഈ പൊരിക്കണ മീനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ പൊരിച്ച് കഴിഞ്ഞിട്ട് ഈ ചട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ അടി മുഴുവൻ ഉണ്ടാവുക. കാരണം ഇതിനകത്ത് ചോറിട്ട് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഷ്യാം വന്ന് ഒരു മുസമ്പി എടുത്ത് മുറിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ ഉമ്മ ആയതുകൊണ്ട് ഇത്രയും എരിവൊന്നും കഴിക്കരുത്, ശരീരത്തിന് കേടാണ്, അൾസർ വരും എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം പണ്ട് ഇതുപോലെ എൻ്റെ ഉമ്മ എന്നെ ഉപദേശിച്ച സമയത്ത് ഞാനതൊന്നും കേൾക്കില്ലായിരുന്നു കേട്ടോ.
ഇന്നും എനിക്ക് എന്തെങ്കിലും കഴിച്ചു എന്ന് തോന്നണമെങ്കിൽ ഇതുപോലെ എരിവും പുളിയൊക്കെ ഉള്ള ഭക്ഷണം കഴിച്ചാലേ എനിക്ക് ആ ഒരു ഫീല് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ വിത്ത് ഗുണം 10 ഗുണം എന്നാണല്ലോ, അതുകൊണ്ട് എൻ്റെ അല്ലേ മോൻ ഇങ്ങനെയൊക്കെ തന്നെ വരും. പിന്നെ ആ വിഷമം തീർക്കാൻ വേണ്ടി അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് കുറച്ച് നേരം ഞാൻ പോയിരുന്ന് കഥ ബുക്ക് വായിച്ചു. എനിക്കിപ്പോഴും ഇതുപോലത്തെ കഥ ബുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൂമ്പാറ്റ, ബാലരമ, കളിക്കുടുക്ക ഇതൊക്കെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കും. എന്നിട്ട് അതിൽ കാണുന്ന ഗെയിമുകൾ ഉണ്ടാവുമല്ലോ, മിട്ടുമുയലിന് വഴി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഗെയിമുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇരുന്ന് ഒരു പെന്നും പെൻസിലൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ ഇരുന്ന് വരച്ച് കളിക്കുകയും ചെയ്യും കേട്ടോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ നമ്മുടെ ഗോൾഡൻ മെമ്മറീസ് എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ. ഇന്നത്തെ മക്കൾക്ക് എന്ത് ബുക്ക്, എന്ത് സ്റ്റോറി. അവർക്ക് മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഗെയിമും കളികളും ക്ലാസ്സുകളും ഒക്കെ മൊബൈലിനകത്താണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു രസം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ അവിടെ ഇരുന്ന് അത് മുഴുവൻ വായിച്ച് തീർന്നപ്പോഴേക്കും വൈകുന്നേരമായി. ഇതുവരെ ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, കാരണം ഒട്ടും വിശപ്പില്ല. ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ചിപ്സും ഒക്കെ ആയിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കണോണ്ട് വിശപ്പൊന്നുമില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മാനെയും കൂട്ടിയിട്ടൊന്ന് പുറത്തിറങ്ങാം. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ചെറിയൊരു തയ്യ ഞാൻ നമ്മുടെ പുതിയ വീട്ടിൽ കൊണ്ടുപോയി നട്ടിട്ട് അവിടെ ഇതുപോലെ നല്ലോണം കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ വീട്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഉമ്മ, ഉപ്പ, അനിയൻ്റെ വൈഫ്, പിന്നെ അവൻ്റെ 4 മക്കൾ, ഇവരെല്ലാവരും ആണ് കേട്ടോ ഉള്ളത്. നാത്തൂന് മക്കളിപ്പോൾ ഇവിടെ ഇല്ല, അവളുടെ വീട്ടിൽ പോയതാണ് വെക്കേഷനായിട്ട്. അവൾ നാളെയോ മറ്റന്നാളോ വരും. അങ്ങനെ പിന്നെ എനിക്ക് ആകെയുള്ളത് 2 ബ്രദേഴ്സാണ്. അപ്പോൾ ചെറിയ ബ്രദറാണ് ഇവിടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കൂടെ തറവാട് വീട്ടിലുള്ളത്. പിന്നെ ഈ വീടിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് എൻ്റെ വലിയ ബ്രദറിൻ്റെ വീട്. കണ്ടില്ലേ, ആ കാണുന്നതാണ് എൻ്റെ കാക്കാൻ്റെ വീട് കേട്ടോ. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത്. ഇവിടെ ഉമ്മ എന്നെ പോലെ കുറച്ച് ചെടിഭ്രാന്തുള്ള ആളാണ് കേട്ടോ. നമ്മുടെ പുതിയ വീട്ടിലേക്കുള്ള പല ചെടികളും ഞാൻ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയതാണ്. ഇവിടെ അവരതൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ വീട് പൊളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ പുതിയൊരു അടിപൊളി വീട് എൻ്റെ അനിയന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഒരു സംഭവങ്ങളും എന്താ പറയുക റിപ്പയറൊന്നും ചെയ്യാണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം നമ്മൾ പൊളിക്കുന്ന സമയത്ത് ഈ ചെടികളും മറ്റെല്ലാം ഇവിടുന്ന് മാറ്റേണ്ടി വരുമല്ലോ. അങ്ങനെ അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം മിക്കവാറും അങ്ങോട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ കാണിച്ചിരുന്നില്ലേ കാക്കാൻ്റെ വീട്, അങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക. അപ്പോൾ ചെടികളൊക്കെ ഏതായാലും ഷിഫ്റ്റ് ചെയ്യാനുള്ളതല്ലേ എന്ന് വിചാരിച്ച് ഒരുപാടെണ്ണം മുറ്റത്തൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കാക്കാൻ്റെ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ അവൻ്റെ വീട്. അവൻ ഈ വീട് വെച്ച് താമസാക്കിയിട്ട് കുറേ ആയി. അന്നത്തെ ട്രെൻഡിങ് ആയിരുന്ന ഒരു ഇൻഡോ യൂറോപ്യൻ സ്റ്റൈൽ വീടുകളുണ്ടല്ലോ, ഈ വീട് വന്നിട്ട് ആ ഒരു എലിവേഷനാണ് കേട്ടോ വരുന്നത്. സത്യത്തിൽ ഞാനിവിടെ വന്നതാണ് അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ പെട്ടെന്നാണ് ഇങ്ങോട്ട് വരാനുള്ള തീരുമാനം എടുത്തത്. അതുകൊണ്ട് ബാബു രാത്രിയാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത് എന്നൊക്കെ. അപ്പോൾ അവൻ അറിഞ്ഞിട്ടില്ല ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവനൊരു സർപ്രൈസ് കൊടുക്കുക ഈ നേരത്ത് വന്നിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉമ്മാനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പണിപാളി. നോക്കുമ്പോൾ അവരിവിടെ ഇല്ല, അവർ വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ട് പുറത്ത് കേട്ടോ. സത്യത്തിൽ അവിടെ നിന്ന് തന്നെ നോക്കിയാൽ മതിയായിരുന്നു, അവൻ്റെ കാർ ഇവിടെ കിടക്കുന്നത് കാണുന്നില്ല. പക്ഷേ ഞങ്ങളത് ശ്രദ്ധിക്കാതെ വർത്താനം പറഞ്ഞ് രണ്ടാളും കൂടി നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് കാർ ഇവിടെ ഇല്ലല്ലോ, അവരെവിടെ പോയി എന്ന് ഞങ്ങൾ ആലോചിച്ചത്. അങ്ങനെ കുറേ ബെല്ലടിച്ചൊക്കെ നോക്കി അവസാനം അവനെ ഫോൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അവർ പുറത്തെവിടെയോ പോയതാണ് എന്ന് മനസ്സിലായത്. ഈ ഒരു ചെടി നല്ല രസമില്ലേ കാണാൻ, കുഞ്ഞു കുഞ്ഞു ഇലകളും കുഞ്ഞു കുഞ്ഞു പിങ്ക് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെടി. അപ്പോൾ ഉമ്മ എനിക്കതിൻ്റെ ചെറിയൊരു കമ്പ് പൊട്ടിച്ച് തന്നിക്കാണ് കേട്ടോ. ഇത് കൊണ്ടുപോയി കുത്തി നോക്കാലോ, എങ്ങാനും വേര് പിടിച്ച് കിട്ടിയാലോ. അത് കഴിഞ്ഞ് ഉമ്മ കുറച്ച് കറിവേപ്പിലയൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് കരുതി അവിടെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ കണ്ടത് കേട്ടോ. ആ ഒരു ചട്ടിയിൽ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ കുറേ ചുറ്റിനും വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഉമ്മ പറിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അങ്ങനെ കിട്ടിയ 1-2 സംഭവങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ രണ്ടാളും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നു. ഈ ഒരു വീട് കണ്ടില്ലേ, അവൻ്റെ വീട്, ഇത് അത്യാവശ്യം നല്ല സൈസുള്ള വലിയൊരു വീടാണ് കേട്ടോ, മാഷാല്ലാ. പിന്നെ ഇതിൻ്റെ ഒരു ആ സീലിങ്ങിൽ വരുന്ന വർക്കൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഒറിജിനൽ വുഡിൻ്റെ വർക്കാണ് കേട്ടോ.
ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ നല്ല മെയിൻ്റെനൻസ് വരും കേട്ടോ. ഇപ്പോൾ മാറാല പിടിക്കുക അങ്ങനെയൊക്കെയുള്ള അതൊക്കെ തുടച്ച് നന്നാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് വീട് വെച്ചപ്പോൾ ഈ വക സംഭവങ്ങളൊന്നും വേണ്ട, കൊത്തുപണികളും ഡിസൈനുകളും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഉമ്മയും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. വീട്ടിലെത്തിയതിന് ശേഷം ഉമ്മാൻ്റെ കൃഷികളൊക്കെ എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. ഇത് കുറേ മത്തൻ്റെ ഇല ഇവിടെ ഉണ്ട്, നമുക്കത് നുള്ളിയിട്ട് ഉപ്പേരി വെക്കണം എന്നൊക്കെ പറഞ്ഞു എന്നോട്. അതുപോലെ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ, മാഷാ അല്ലാ. അതൊക്കെ ഉപ്പാൻ്റെ കൃഷിയാണ് കേട്ടോ, ഉപ്പ നട്ട് വളർത്തുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതിലെ കായ്കളൊക്കെ ശരിക്കും നല്ല ടേസ്റ്റുള്ള കായ്കളാണ്. അവരിടയ്ക്കിടയ്ക്ക് പറിച്ച് കഴിക്കലുണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് കഴിക്കാനുള്ള ഒരു വിധി ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഇത് പഴുത്ത് പാകമായി വരുന്ന സമയത്തൊന്നും ഞാനിവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇതുപോലെ പറിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരിക്കും ഇതുണ്ടാവാം. അപ്പം അങ്ങനെ ഇതിൻ്റെ കൂടെ ഒരു തൈ അവർ എനിക്കും തന്നിട്ടുണ്ട് നട്ട് വളർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിതുപോലെ പൈപ്പൊന്നും കെട്ടി അതിനെ ശരിക്ക് ഒരു പ്രോപ്പർ രീതിയിൽ അതിനെ വളർത്താത്തത് കൊണ്ട് അതിപ്പോഴും എന്താ പറയുക ഇതുപോലെ പടർന്ന് പന്തലിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളെന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മതിലിൻ്റെ മേലിൽ കൂടെ അങ്ങനെ പടർത്തി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ മതിലിൻ്റെ മുകളിലെത്തുമ്പോൾ അതിങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ, അങ്ങനെ തൂങ്ങി കഴിയുമ്പോഴാണ് അത്ര ഇതിന്മേൽ കായ്കൾ വരാൻ തുടങ്ങുക. അതുവരെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് കായ്കൾ ഉണ്ടാവില്ല, താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സമയത്താണ് ഇതിന് കായ്കൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ മതിലിൻ്റെ മുകളിലെത്തിയിട്ട് തൂങ്ങി നിൽക്കുമ്പോൾ എന്താ പറയുക നമുക്കും കായ്കൾ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ കാന്താരി മുളക് ഞാനും ഉമ്മാനോട് പറഞ്ഞു ഇതെന്താ പറിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ ഞാൻ വിത്ത് ഉണ്ടാവാൻ വേണ്ടി വെച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുറ്റത്തൊരു ഊഞ്ഞാലുണ്ട്, ആ ഊഞ്ഞാലിൽ ഞാനും ഉമ്മയും കൂടെയും കുറേ എന്താ പറയുക സൊറയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ഇരുന്നിട്ട് പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ വീടിനെ പറ്റിയുള്ള എന്താ പറയുക ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ അവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇൻഷാ അല്ലാ അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് തരും. അതുവരെ ഞാൻ ഇവിടുന്ന് എനിക്ക് മാക്സിമം നിങ്ങൾക്ക് വീടിനെ പറ്റി പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ഇൻഷാ അല്ലാ. ഇന്നിപ്പോൾ ഞാൻ എന്താ പറയുക ആ കബോർഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, ടൈൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നില്ലേ, അതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ ഓരോരോ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകണം 1-2 ദിവസം ഷെയർ ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോസ് വീണ്ടും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങൾ ഓരോ കമൻറ്റ്സ് വരുമ്പോഴും. ഇപ്പോൾ കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അവർ എന്താ പറയുക ഇട്ടിട്ട് പോവോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ എന്താ പറയുക ഇവിടെ വന്നിട്ടും ഞാൻ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ച് വോയിസൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു. അസ്സലാമു അലൈക്കും.